ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയുടെ സ്വാഗതം. ഞങ്ങളിപ്പോൾ ഉള്ളത് സമ്മർ പാലസിലാണ്, ശ്രീരംഗപട്ടണത്താണ്. അപ്പോൾ ഞങ്ങൾ ശ്രീരംഗപട്ടണത്ത് വന്നു, സമ്മർ പാലസിൽ വന്നു. ഇവിടെ നമുക്ക് ഓൺലൈൻ ബുക്കിംഗ് ആട്ടോ. ഓൺലൈനായിട്ട് നമുക്ക് ഓൺലൈൻ ബുക്കിംഗ് എന്നല്ല, ഓൺലൈനായിട്ട് പേയ്മെൻറ്റ് ചെയ്യേണ്ടത്. അങ്ങനെ ഓൺലൈനായിട്ട് പേയ്മെൻറ്റ് ചെയ്തു. ഇപ്പോൾ ഷിൻസിയുടെ പേയ്മെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ ഇവിടെ വെയിറ്റ് ചെയ്യുന്നു. അപ്പോഴാണ് അവർ പറയുന്നത് ഇവിടെ ക്യാമറ പറ്റില്ല എന്ന് പറയുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ മെയിൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വീഡിയോ എടുക്കണം, ഫുൾ വീഡിയോ എടുക്കണം. അപ്പോൾ നമുക്ക് ക്യാമറ ഉള്ളിൽ കയറ്റണം നമ്മളവരോട് പറഞ്ഞു. ഷിൻസി ഇവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ക്യാമറയുടെ ഉള്ളിലോട്ട് കയറ്റണം, നമുക്ക് യൂട്യൂബ് ചാനലുണ്ട് എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഇവർ സമ്മതിക്കുന്നില്ല കേട്ടോ. ഇവർ പറയുന്ന മൊബൈൽ ഫോൺ മാത്രമേ ഉള്ളിലോട്ട് കയറ്റാൻ പറ്റുള്ളൂ, നമുക്ക് ക്യാമറ കയറ്റാൻ പറ്റില്ല. അപ്പോൾ അതിന് ലോജിക്ക് ഉണ്ടെന്ന് മനസ്സിലാകുന്നില്ല. ഇവിടെ ഇപ്പോൾ കർണാടക വന്നിട്ട് ഇതുവരെയായിട്ടും ആരും പറഞ്ഞിട്ടില്ല കേട്ടോ, ക്യാമറ ഉപയോഗിക്കരുതെന്ന് പറഞ്ഞിട്ടില്ല. ഇനി ക്യാമറയ്ക്ക് പൈസ പലയിടത്തും നമ്മൾ ഈടാക്കുന്നുണ്ട്. ബൃന്ദാവൻ ഗാർഡനിലാണെങ്കിൽ പലയിടത്തും പൈസ ഈടാക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ വന്നിട്ട് ഇവർ ക്യാമറ കയറ്റാൻ പറ്റില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഒരു കാര്യം ചെയ്തു, എന്നാൽ പിന്നെ ഇവിടെ നിന്ന് അങ്ങോട്ട് ആ സൈഡിൽ നിന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച് ഞാൻ വീഡിയോ എടുക്കുവാണ്. നമുക്കറിയില്ല ഉള്ളോട്ട് കയറ്റുമില്ലെന്ന് അറിയില്ല. അപ്പോൾ ഈ സൈഡിൽ കാണുന്ന കേട്ടോ ഒരു ചെറിയൊരു എന്താ പറയുക, ഒരു പ്രാവിൻ്റെ കൂടാണ്. പണ്ട് അതായത് നമ്മുടെ ടിപ്പു സുൽത്താൻ്റെ കാലത്ത് ഉണ്ടാക്കിയ ഒരു പ്രാവിൻ്റെ കൂടാണ്. എനിക്കറിയില്ല, ടിപ്പു സുൽത്താൻ എന്ന് പറയുമ്പോഴത്തേക്കും യുദ്ധവും എല്ലാം ഉള്ള വ്യക്തിയാണ്. പുള്ളിക്ക് പ്രാവിനെ ഇഷ്ടമായിരുന്നു തോന്നുന്നു. രണ്ട് സൈഡിലും ഈ പ്രാവിൻ്റെ ഒരു കൂടുണ്ട്. അത് വലിയ ഒരു കൂടാട്ടോ, ചെറുതല്ല, വലിയൊരു കൂടാണ്. അതുപോലെ ഇതിൻ്റെ ഫ്രണ്ടിൽ ഒരു വലിയ ഗാർഡൻ ഉണ്ട് കേട്ടോ. പക്ഷേ ഇവിടെ നോക്കുമ്പോൾ നമുക്ക് ഈ കൊട്ടാരം അത്ര വലിയ കൊട്ടാരമായിട്ട് തോന്നുന്നില്ല. ചെറിയൊരു വീടിൻ്റെ വലിപ്പേ നമുക്കിവിടുന്ന് ഫീൽ ചെയ്യുന്നുള്ളൂ. പിന്നെ നമ്മൾ നേരത്തെ കണ്ടതുപോലെ തന്നെ ഇവിടെയും മാവൊക്കെ ഉണ്ട്. നമ്മൾ ശവകുടീരത്തിൽ ചെന്നപ്പം അവിടെ ഇതുപോലെ തന്നെ ഇതേ സെറ്റപ്പായിരുന്നു. ഇതേപോലെ തന്നെ ഉള്ള ഒരു ഗാർഡനും അതുപോലെ ചുറ്റും മാവും തോട്ടമൊക്കെ ആയിരുന്നു. ഇവിടെ പക്ഷേ അത്രമാത്രം മാവൊന്നുമില്ല. അപ്പോൾ ഞങ്ങൾ ചെന്നത് ഏകദേശം ഒരു ഇപ്പോൾ നമുക്ക് സമയം നോക്കുമ്പോൾ ഈവനിങ് 3 PM കഴിഞ്ഞു. ഏറ്റവും ബെസ്റ്റ് 3 PM ഇവിടെ വരുന്ന കേട്ടോ, ഏറ്റവും ബെസ്റ്റ് ആ സമയമായിരിക്കും. കാരണം വെച്ചാൽ അല്ലെങ്കിൽ ഭയങ്കര ചൂടായിരിക്കും. നമുക്ക് ആ താഴത്തെ ആ ഭാഗം കാണുമ്പോൾ അറിയാം, അവിടുത്തെ എന്താ പറയുക, ആ ഒരു ഫ്ലോറൊക്കെ ഭയങ്കര ചുട്ടുപഴുത്ത് കിടക്കുമായിരിക്കും കേട്ടോ. അതുകൊണ്ട് ഒരിക്കലും ഒരു 1 മണി അല്ലെങ്കിൽ ഒരു 12 മണി സമയത്ത് ഒരു കാരണവശാലും ഇവിടെ വരരുത്. അപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്യുവാണ്. അവർ പെർമിഷൻ തരുവാണെങ്കിൽ നമ്മൾ ക്യാമറ കൊണ്ട് ഉള്ളിൽ കയറണം, ഉള്ളിൽ കയറി വീഡിയോ ഒക്കെ എടുക്കണം. അപ്പോൾ ഷിൻസി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഒന്ന് നോക്കുമ്പോൾ ചേട്ടനവിടെ ഫോട്ടോസൊക്കെ എടുക്കുന്നു. അപ്പോൾ ഒരു പെർമിഷൻ തന്നു കേട്ടോ, നമുക്ക് ഉള്ളിൽ കയറാം. അപ്പം ഇവിടെ നോക്കുമ്പം ആ ചേട്ടനാണെങ്കിൽ നേരത്തെ നമ്മൾ ടിപ്പുവിൻ്റെ ശവകുടീരത്തിൽ പോയപ്പോൾ കണ്ട അതേ ചേട്ടനാട്ടോ. അതേ ചേട്ടൻ അവിടുത്തെ ഫോട്ടോ എടുക്കുന്നത് കണ്ടു, ഇവിടെയും ഫോട്ടോ എടുക്കുന്നത് കണ്ടു. ഇതേ ഒരു ചേച്ചിയാണെങ്കിൽ ഫോട്ടോ എടുക്കാൻ വേണ്ടി വന്നതായിരുന്നു. പക്ഷേ എന്തോ വേണ്ടെന്ന് വെച്ച് പുള്ളിക്കാർ തിരിച്ചു പോയി. അപ്പോൾ ഞങ്ങൾ ചെല്ലുമ്പോൾ കുറച്ച് ആൾക്കാർ മാത്രമേ ഉള്ളൂ കേട്ടോ, വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ ഉള്ളൂ. ദെൻ നമുക്ക് ഉള്ളിലോട്ടൊന്ന് കയറി നോക്കാം. അപ്പോൾ ഞങ്ങൾ കുറച്ച് ടയേർഡാണ് ഇപ്പോൾ മൊത്തത്തിൽ. കാരണം അവരോട് സംസാരിച്ചു, കുറേ നേരം സംസാരിച്ച ശേഷമാണ് അവർ നമുക്ക് ക്യാമറ ഉള്ളിൽ കയറ്റാൻ ഒരു അനുവാദം തന്നത്. അപ്പോൾ ഞങ്ങൾ ആകെ ടയേർഡായി. ഞങ്ങളൊന്ന് ഈ പ്രാവിൻ്റെ കൂടിൻ്റെ ആ ഭാഗത്ത് ഒരു ഇരിക്കാനുള്ള പ്ലേസൊക്കെ ഉണ്ട്, ഒന്ന് അവിടെ ഇരിക്കാമെന്ന് വിചാരിച്ചു. ദെൻ ഞങ്ങളും എടുത്തു, ഇതിൻ്റെയൊക്കെ ഒരു വീഡിയോ എടുത്തു. നമുക്ക് ഇൻസ്ട്രക്ഷനൊക്കെ പിന്നീടാണെങ്കിലും വായിച്ച് നോക്കാമല്ലോ ഞങ്ങൾക്ക്, കാരണം സമയം വളരെ കുറവാണ്. അപ്പോൾ ഇത് കണ്ടിട്ട് ഇനിയിപ്പോൾ ബൃന്ദാവൻ ഗാർഡനൊക്കെ പോകണം. അതുകൊണ്ട് ഇതിൻ്റെ ഒരു വീഡിയോ എടുത്ത് വയ്ക്കാം, പിന്നീട് നമുക്ക് വായിച്ച് നോക്കാവുന്ന രീതിയിൽ അതിൻ്റെ ഇൻസ്ട്രക്ഷനൊക്കെ ഒരു വീഡിയോ ആയിട്ട് നമ്മൾ എടുത്തിട്ടുണ്ട്. ദെൻ ഇവിടെ നമുക്ക് കാണാൻ പറ്റും അവിടെ ഗാർഡൻ വളരെ മനോഹരമായിട്ട് ഇട്ടേക്കുന്നു. നമ്മൾ പഴയ ശവകുടീരത്തിൽ അതേപോലെ തന്നെ മരങ്ങളൊക്കെ ആണെങ്കിൽ വെട്ടി ഒതുക്കി, അതായത് നമ്മുടെ പൂച്ചെടികളൊക്കെ ആണെങ്കിൽ വെട്ടി ഒതുക്കി നല്ല മനോഹരമാണ് കേട്ടോ. ഇവിടുത്തെ പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ പ്രശ്നമല്ല, പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല നീറ്റ്നെസ് ആണ് കേട്ടോ, നല്ല നീറ്റ് ആൻഡ് ടൈഡി എന്ന് പറയാം. ഇവിടെ ഒരു പ്ലാസ്റ്റിക് കുപ്പി അങ്ങനെ ഒന്നും നമുക്കിവിടെ കാണാനില്ല. ഭയങ്കര ക്ലീൻ ആട്ടോ, ഏരിയ ഫുൾ ക്ലീനാണ്. അപ്പോൾ അതിൻ്റെ ഫ്രണ്ടിലെ ആ സംഭവം നല്ല രസമുണ്ട്. അപ്പോൾ ഞങ്ങൾ ഉള്ളിലോട്ട് കയറുവാണ്. അപ്പോൾ ഉള്ളിൽ കയറുന്ന സമയത്ത് നമുക്ക് കാണുന്ന വ്യൂ ഇങ്ങനെയാട്ടോ, വളരെ മനോഹരമാണ്. അപ്പോൾ ടിപ്പുവിൻ്റെ സുൽത്താൻ എനിക്ക് തോന്നുന്നു ഭയങ്കര ചിത്രരചനയിലും അതുപോലെ തന്നെ പെയിൻറ്റിങ്ങൊക്കെ വളരെ ഇൻട്രസ്റ്റ് ഉള്ള വ്യക്തിയായിരുന്നു എനിക്ക് ഇത് കാണുമ്പോൾ തോന്നുന്നു. കാരണം ഭിത്തികൾ മുഴുവൻ പെയിൻറ്റിങ് ആട്ടോ. ഇനി ഉള്ളിലോട്ട് കയറുമ്പം ഇങ്ങനെയൊക്കെയാണ് കാണുന്നത്. അന്നത്തെ കാലത്തുള്ള പല കാര്യങ്ങളും അവിടെ ഫോട്ടോയിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ പഴയ പെയിൻറ്റിങ്സൊക്കെ അങ്ങ് പോയി തുടങ്ങി. എൻ്റെ അത്രയും വർഷം പഴക്കമുള്ള പെയിൻറ്റിങ് അല്ലേ, അതൊക്കെ പോയി തുടങ്ങി. ഇവിടെ കാണാം ടിപ്പുവിൻ്റെ കാലത്തുള്ള പല കാര്യങ്ങളും അവിടെ ഫോട്ടോസായിട്ട് വെച്ചിട്ടുണ്ട്.
പിന്നെ നമുക്കിവിടെ കാണാൻ പറ്റും അന്നത്തെ കാലത്തുള്ള ആ ഒരു മന്ത്രിസഭയും അതുപോലെ ആ ഒരു ഭരണ കാലഘട്ടത്തിലെ കാര്യങ്ങളൊക്കെ അവിടെ ഫോട്ടോസായിട്ട് കാണാം. ഇതിൻ്റെ ഒരു ആർക്കിടെക്ചർ സ്റ്റൈല് വളരെ ഇൻട്രസ്റ്റിംഗ് ആട്ടോ, വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. അപ്പോൾ ഉള്ളോട്ട് കയറുമ്പോൾ ഒരേ പാറ്റേൺ ഉള്ള പെയിൻറ്റിങ് ആട്ടോ. അപ്പോൾ ഡിഫറെൻറ്റ് പാറ്റേൺ അല്ല, ഒരേ പാറ്റേൺ ഉള്ള പക്ഷെ ഡിഫറെൻറ്റ് കളറിലാണ് ഒരേ പാറ്റേണുള്ള പെയിൻറ്റിങ്ങാണ് നമുക്ക് കാണാൻ പറ്റുക. ഇനി ഇവിടുന്ന് പുറത്തേക്ക് നോക്കുമ്പോൾ കാണാം 2 പീരങ്കി ഇരിക്കുന്ന കാണാം, അതുപോലെ നമ്മുടെ ഗാർഡൻ കാണാം. അപ്പോൾ ഇതാണ് ഇവിടുന്ന് അകത്തുനിന്ന് നോക്കുമ്പോൾ കാണുന്ന കാഴ്ച. പിന്നെ ഇവരിപ്പം അധികം നമ്മളെ കൊണ്ട് വീഡിയോ എടുപ്പിക്കുന്നില്ല കേട്ടോ. ഇവർ പറയുന്നത് നമ്മൾ ഓഫ് ചെയ്യാൻ പറയുന്നു, പല പ്രാവശ്യം ഓഫ് ചെയ്യാൻ പറഞ്ഞു. നമ്മൾ ഇടയ്ക്കൊക്കെ ഓഫ് ചെയ്തിട്ടാണ് നമ്മൾ വീഡിയോ എടുക്കുന്നത്. അപ്പം ഇത്രയൊക്കെ ആട്ടോ നമ്മുടെ സമ്മർ പാലസ്. ഇതിൻ്റെ ബാക്ക് സൈഡാണ്, നമ്മൾ ഇറങ്ങി വരുന്ന സൈഡാണ്.